നമസ്കാരം. എബ്രഹാം ലിങ്കൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയണമെങ്കിൽ അവന് അധികാരം കൊടുത്തു നോക്കൂവെന്ന്. എത്ര കറക്റ്റ് ആണല്ലേ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരമേനോൻ സതീശന്റെ കാര്യത്തിൽ. അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. വെള്ളമിറങ്ങി തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറായി കേട്ടോ. സന്തോഷം മുഖ്യമന്ത്രി തന്തോയം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെയൊക്കെ എവിടെയായിരുന്നു? ഹെലികോപ്റ്റർ ഫ്രീ ആയ? ഇന്ന് ഉദ്ഘാടനം ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ആരെങ്കിലും ഇപ്പോഴും ചോദിക്കുന്നുണ്ടെങ്കിലും തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. നാട് മുങ്ങിയപ്പോൾ ഇതുപോലെ ഹെലികോപ്റ്ററിൽ പറന്നു കിടന്ന അമ്മായപ്പനെ പോയി കണ്ട, പല നേതാക്കന്മാരുടെയൊക്കെ വീട്ടിൽ പോയി സൽക്കാരങ്ങളിൽ ഇങ്ങനെ പങ്കെടുത്ത് നടന്ന, അല്ലെങ്കിൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്ത് നടന്ന ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ വേറെ കാണാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏറ്റവും മോശം മുഖ്യമന്ത്രിയും ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടിയ മുഖ്യമന്ത്രിയും ഒരുപക്ഷെ വി ഡി സതീശൻ തന്നെയായിരിക്കും. അങ്ങനെ ഒരു റെക്കോർഡ് എന്തായാലും താങ്കൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വിമർശനങ്ങൾക്കൊക്കെ വിചിത്രമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടത് കേട്ടോ. പ്രസ് മീറ്റ് കണ്ട് ചിരിച്ചു മണ്ണ് തപ്പി എന്നുള്ളതാണ്. മണ്ണ് തപ്പി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ആ ആദ്യത്തെ പ്രതികരണം നമുക്ക് നോക്കാം. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അല്ല, ഇത് കഴിയട്ടെ എന്റെ വിഷമം തീർക്കട്ടെ. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കിയത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. 2018 പ്രളയം ഉണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സൽക്കാരത്തിനല്ല പോയത്, ഭക്ഷണം കഴിക്കാനാണ് പോയത് എന്നൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുമ്പോൾ സത്യം പറയാം മുഖ്യമന്ത്രി, ഞങ്ങൾക്കൊരു വികാരവും തോന്നിയില്ല. എന്താണെന്നറിയൂ, സത്യത്തിൽ താങ്കൾ ഭക്ഷണം കഴിച്ചതിനെ അല്ല ഇവിടെ വിമർശിക്കുന്നതെന്ന് താങ്കൾക്കും അറിയാം. താങ്കൾ ഇങ്ങനെ ആടിനെ പട്ടിയേക്കാണ്. പട്ടീനെ എന്നിട്ട് പേപ്പട്ടിയാക്കിയിട്ട് തല്ലിക്കൊല്ലാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ഇതൊക്കെ നിങ്ങളുടെ ഈ കോൺഗ്രസ് കുറെ അടിമക്കൂട്ടങ്ങളുണ്ടല്ലോ, ഈ സൈബർ ഇടത്തൊക്കെ പ്രവർത്തിക്കുന്നത്, അവർക്ക് ന്യായീകരണ ക്യാപ്സ്യൂളായിട്ട് കൊടുക്കുക. ഇന്നത്തെ വാർത്താ സമ്മേളനം മുഴുവൻ ക്യാപ്സ്യൂളുകളായിരുന്നു. എനിക്ക് അതാണ് കണ്ടപ്പോൾ തോന്നിയത്. അതായത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് വിമർശിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. ഒരു തെറ്റുമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഭക്ഷണം കഴിച്ചു, അത് വലിയ ക്രൂരതയാണോ? കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിയ, ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയ ഇടത്തിലെ ജനങ്ങൾ വിലയിരുത്തിയ ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. പ്രളയസമാനമായ സാഹചര്യത്തിൽ സംസ്ഥാനം കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നുവെന്ന വിമർശനമായിട്ടാണ് ഈ കടൽക്ഷോഭം നേരിടുന്ന മലപ്പുറം വെളിയങ്കോട് നിവാസികൾ ഇന്ന് രംഗത്തെത്തിയത്. എല്ലാവരും കണ്ടു കാണും മാധ്യമങ്ങളിലൂടെ. ദുരന്ത നിവാരണ അതോറിറ്റി തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആളാണെന്നും, എന്നാൽ ഇത്രയും പ്രശ്നബാധിതമായ ജില്ലയിൽ തന്നെയാണ് അദ്ദേഹം പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ സ്വകാര്യ സന്ദർശനം നടത്തിയതെന്നും ഇവർ ഇന്ന് വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീരദേശത്തെ ജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും വെല്ലുവിളിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേതെന്നും ഒക്കെ ഇന്ന് നാട്ടുകാർ പ്രകോപനപരമായിട്ട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇന്നലെ തഹസിൽദാർ പോലും സ്ഥലത്ത് എത്തിയില്ലെന്നും, തഹസിൽദാറെ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലാണെന്നാണ് പറഞ്ഞതെന്നും, എന്നാൽ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇതായിരുന്നുവെന്ന് യൂത്ത് ലീഗ് നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നപ്പോഴാണ് മനസ്സിലായതെന്നും ഒക്കെ ആ പ്രദേശവാസികൾ പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ സതീശ, നിങ്ങൾ വലിയൊരു ദുരന്തമാണെന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ്. ദുരന്തം ബാധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും മറ്റ് പ്രദേശവാസികൾക്കും എത്രയും പെട്ടെന്ന് അടിയന്തര ധനസഹായം എന്തായാലും നൽകണമെന്നും ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഒക്കെ ഇവിടുന്ന് അവിടെ പറയുന്നത് കേട്ടു. അപ്പൊ ഇതൊന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. ഇന്നത്തെ വാർത്തയാണ് മുഖ്യ. ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് ഇപ്പൊ ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണുമല്ലോ. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തിനാണ് വിമർശിക്കുന്നതെന്ന് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും. അതുകൊണ്ട് ഈ അടവൊന്നും ഇവിടെ നടക്കില്ല, പൂക്കി സീമ എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ വിഷയത്തിൽ ഒരു വിചിത്ര ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല.
₹1 പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. ഹെലികോപ്റ്ററിൽ പോയത് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പിനെ കാണാനാണ്, സ്വകാര്യ ആവശ്യത്തിനല്ല ഞാൻ പോയത്. താൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് അധിക ചെലവൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ആരെയാണ് കാണാൻ പോയത്, ഇൻവെസ്റ്ററിനെയാണ് കാണാൻ പോയതെന്ന് വെച്ചാൽ പറയാം, അല്ല അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എന്നെ കൊണ്ട് മറ്റേ വേറെ പഴയ ചരിത്രമൊന്നും പറയിപ്പിക്കരുത് പിണറായിയുടെ എന്നൊക്കെ ഇദ്ദേഹം പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. സത്യത്തില് നിങ്ങൾ മുഖ്യമന്ത്രിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഹെലികോപ്റ്ററിൽ അമ്മായപ്പനെ കാണാൻ പോയതല്ലത്രേ. പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ പിന്നെ കളവാണോ? റിപ്പോർട്ടുകളിലൊക്കെ വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ അമ്മായപ്പനെ കാണാൻ പോയി എന്നുള്ളത്. അന്ന് ഇദ്ദേഹത്തിന്റെ പരിപാടികളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കി, അന്ന് വേറെ സ്വകാര്യ പരിപാടികളോ അല്ലെങ്കിൽ മറ്റുള്ള പരിപാടികളോ ഒന്നും കാണാനും സാധിക്കുന്നില്ല. അപ്പോ ഈ ഹെലികോപ്റ്ററിൽ ഇദ്ദേഹം ഇവിടെ വരെ വന്നത് അമ്മായപ്പനെ കാണാനല്ല എന്നുള്ള കാര്യം ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കും. ഇതും ഒരു ക്യാപ്സ്യൂളാണ്. ഈ പറയുന്ന അടിമകളുണ്ടല്ലോ, എന്തിനേയും മെഴുകാനും ന്യായീകരിക്കാൻ ഇറങ്ങിയിട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ക്യാപ്സ്യൂളാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളോട് പറയാണ് ദുരന്തം ഉണ്ടാകുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത്. ആരാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത്? ആറന്മുള വിഷയമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. ആ അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഇതിനേക്കാൾ ഡീസന്റ് ആയിരുന്നു വിജയൻ എന്ന് പറഞ്ഞ സത്യമല്ലേ? 2018 എത്ര വലിയൊരു പ്രളയമാണ് സംഭവിച്ചത്, എത്ര പ്രഹരശേഷിയുള്ള ഒരു പ്രളയമാണ് ഇവിടെ സംഭവിച്ചത്. അതിനെ എത്ര ഗംഭീരമായിട്ടാണ് ആ സർക്കാർ അന്നത്തെ കാലത്ത് നേരിട്ടത്. നമ്മുടെ കൂടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു അന്നല്ലേ? ഇപ്പൊ അങ്ങനെയാണോ? അല്ല, മുഖ്യമന്ത്രി എവിടെയാണെന്ന് തപ്പി നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലേക്ക് ഇടയ്ക്കൊന്ന് കയറി നോക്കണം. മുഖ്യമന്ത്രിയെ കാണാനില്ല എന്നുള്ള പോസ്റ്റുകളൊക്കെയാണ് കാണുന്നത്. ഏതെങ്കിലുമൊക്കെ സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തൊക്കെ പോയി നോക്കാനൊക്കെയാണ് പല പിള്ളേരും ഒക്കെ കമന്റ് ഇടുന്നത്. ആലോചിച്ചു നോക്കൂ. ആറന്മുള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുകയാണ്. അതാ നെക്സ്റ്റ് ക്യാപ്സ്യൂൾ, പിടിക്കു അടിമകളെ ഇട്ട് കൊടുക്കുകയാണ്. ന്യായീകരിച്ചോ, നിങ്ങൾ എല്ലാത്തിനെയും ന്യായീകരിച്ചോളൂ. ചോദ്യങ്ങളൊന്നുമില്ല, തലക്കെട്ടുമില്ല, നിങ്ങൾക്ക് ന്യായീകരിക്കാം കേട്ടോ. അത് മാത്രമാണ് പറയാനുള്ളൂ. അതിനിടയിൽ ദേശാഭിമാനി ലേഖകൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളൊന്നും ചോദിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല. മറുപടിയില്ല, ഇനി മറുപടിയില്ല എന്നാണ് പറയുന്നത്. അതുകൂടി ഒന്ന് കാണാം. ഈ ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വ്യക്തമായിട്ട് ഉത്തരം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം കിടന്ന് തെറ്റിദ്ധരിതം കളിക്കുകയാണ്. വേറെ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. വിമർശനം ഒന്നും ചോദിക്കാൻ പാടില്ല അത്രേ. ഉത്തരം അങ്ങ് നൽകിയ തീരുമല്ലോ. അതിനിടയിൽ ഇദ്ദേഹം പറയാണ്, നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത്, ബഹളം വെച്ച് വാർത്താ സമ്മേളനം നാശകോടാലിയാക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകിയാൽ തീരുമല്ലോ. പക്ഷേ ഉത്തരം നൽകാനായിട്ട് കഴിയുന്നില്ലല്ലോ. അതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ ബഹളം വെക്കുന്ന ആരാണ്? ബഹളം വെക്കുന്നത് വി ഡി സതീശൻ തന്നെയാണ്. ഇനി ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ പത്രസമ്മേളനം പോലും ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. അതായത് എന്നെ ഇങ്ങനെ നിങ്ങൾ സങ്കടപ്പെടുത്താനാണ് ഭാവമെങ്കിൽ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഭാവമെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതേ കേട്ടോ, ഇനി വാർത്താ സമ്മേളനം ഒന്നും ഉണ്ടാകില്ല എന്ന രീതിയിലൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ചിരി വന്നു പോയി എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വി ഡി സതീശനെയും UDF നന്നാക്കാൻ വേണ്ടി കുറെ സഖാക്കളൊക്കെ പല ഉപദേശങ്ങളൊക്കെ ഇട്ട് കാണുന്നുണ്ട്. എന്റെ പൊന്നു കമ്മികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. 420ഓളം പേർ മരിച്ച ഉരുൾപൊട്ടലിന്റെ പേരിൽ വരെ ഫണ്ട് പിരിച്ച് പുട്ടടിച്ചവരാണ് ഇവർ. അവരെയാണ് നിങ്ങൾ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആ നേരം കൊണ്ട് 10 പേരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് നോക്ക്. ഒരു നാട്ടിലെ മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി നിങ്ങൾ ഈ നാട്ടിലെ മുഖ്യമന്ത്രിയാണെന്ന് നാട്ടുകാർക്ക് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലൂടെ ഉള്ളത് അല്ലേ? പിണറായി വിജയനിൽ നിന്ന് സതീശനിലേക്ക് എത്തിയപ്പോഴുള്ള മാറ്റം അത് മാത്രമാണ്. അതാണ് ഞാനിപ്പോ കാണുന്നത്. ഇത്രയും വലിയ മഹാദുരന്തം സംഭവിച്ചിട്ട്, വലിയ പ്രളയം സംഭവിച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിലിരിക്കാൻ വി ഡി സതീശ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? എല്ലാവരോടും ഒറ്റക്കെട്ടായി ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ, ജനങ്ങളെ രക്ഷിക്കാൻ, ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ, അതിജീവിക്കാൻ എന്നാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും വി ഡി സതീശൻ പറഞ്ഞു നമ്മൾ കേട്ടോ? വരൂ യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഇറങ്ങൂ, വരൂ KSUക്കാരെ നിങ്ങൾ ഇറങ്ങുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയാത്തത് സതീശേട്ടാ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? നിങ്ങളുടെ യുവജന സംഘടനകളോടും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളോടും ഒക്കെ വാ നമുക്ക് ഒരുമിച്ചിറങ്ങാന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഒരുമിച്ചിറങ്ങാൻ അവർ വരില്ല എന്ന പേടിയുള്ളതുകൊണ്ടാണോ? ഇവിടെ എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു, മുഖ്യമന്ത്രിയാകുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞു, എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും DYFIയും SFIയും ഒക്കെ CPM-കാരും ഒക്കെ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഒരു കരുതലാണ്, ഒരു പ്രതീക്ഷയാണ് അവരെന്നിപ്പോ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഒരു പെരുമഴക്കാലം വേണ്ടി വന്നു അല്ലേ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നന്മ മരത്തെ മനസ്സിലാക്കാൻ. ചിരിക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചതിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചിരി മാത്രമേ ഉള്ളൂ, ചതിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.